ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാത വചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തിലെ 200ാമത്തെ ദിവസമാണെന്ന്. ഈ മാസത്തിലെ 20ാമത്തെ ദിവസം. ഇന്ന് 572ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്നത് മതസ്വാതന്ത്ര്യം. മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് അതിശക്തമായ വ്യവസ്ഥകളുള്ള ഇന്ത്യൻ ഭരണഘടന മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പിക്കുന്നു. ഏതൊരാൾക്കും തൻ്റെ മനസ്സാക്ഷി അനുസരിച്ച് ഏത് മതം സ്വീകരിക്കുവാനും ആ മതവിശ്വാസപ്രകാരം ജീവിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഭരണഘടനയുടെ 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിലാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിന് എതിരെയുള്ള തത്വമാണ് ഭരണഘടനയിൽ മതേതരത്വം വിഭാവനം ചെയ്യുന്നത്. എല്ലാ മതവിശ്വാസികളോടും തികച്ചും നിഷ്പക്ഷമായ മനോഭാവം പുലർത്തുന്നതും ഔദ്യോഗികമായി ഒരു മതം അംഗീകരിക്കാത്തതുമായ രാഷ്ട്രമെന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇതിൽ എല്ലാ മതങ്ങളോടും നിഷ്പക്ഷമായ സമീപനം ഉൾക്കൊള്ളുന്നു. ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാ മതങ്ങളോടും തുല്യ സമീപനമാണുള്ളത്. എല്ലാ മതങ്ങളെയും സമഭാവനയോടെ സമീപിക്കുവാനും മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാനും ഭരണഘടന ആഹ്വാനം ചെയ്യുന്നു. മതസ്വാതന്ത്ര്യം ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണെങ്കിലും 25ാം വകുപ്പിൽ പ്രകാരം പൊതുവിലുള്ള ക്രമസമാധാനം, സന്മാർഗപരത, പൊതു ആരോഗ്യം എന്നിവയെ ബാധിക്കാത്ത തരത്തിൽ മാത്രമേ മതസ്വാതന്ത്ര്യം വിനിയോഗിക്കുവാനും കഴിയൂ. ഇതിന് പ്രകാരം ഇതര വിശ്വാസികളെയോ അനുഷ്ഠാനങ്ങളെയോ മനഃപൂർവ്വം അവഹേളിക്കുവാൻ ആർക്കും സ്വാതന്ത്ര്യമില്ല. എന്നാൽ വ്യത്യസ്ത മതം, ആചാരം, സംസ്കാരം, ഭാഷ എന്നിവയുടെ ഏതെങ്കിലും ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പൗരനും അയോഗ്യത കൽപ്പിക്കുവാനും സാധിക്കത്തില്ല. ആയതിനാൽ ഇന്ത്യൻ ഭരണഘടനാ ശില്പികൾ നിലനിർത്തിയത് വിശാലമായ ജനാധിപത്യ ദർശനമാണ്. മതേതര ജനാധിപത്യത്തിൻ്റെ ശ്രദ്ധേയമായ സവിശേഷതകൾ ഇവയാണ്. സ്റ്റേറ്റ് ഏതെങ്കിലും ഒരു മതവുമായി ഇണങ്ങിച്ചേരുകയോ ഏതെങ്കിലും മതത്തിൻ്റെ നിയന്ത്രണത്തിൽ വിധേയമാവുകയോ ചെയ്യില്ല. രണ്ടാമത്തത്, ഒരാൾ അവലംബിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് മതവും സ്വീകരിക്കുവാനുള്ള അവകാശത്തിന് സ്റ്റേറ്റ് ഉറപ്പ് നൽകുന്നതോടൊപ്പം അവയിൽ ഒന്നിനോടും മുൻഗണന വെച്ചുകൊണ്ടുള്ള പെരുമാറ്റം അനുവദിക്കുകയുമില്ല. മൂന്നാമത്തത്, ഒരാളുടെ മതമോ വിശ്വാസമോ മൂലം അയാൾക്കെതിരായി സ്റ്റേറ്റ് യാതൊരു പക്ഷപാതവും കാണിക്കുകയില്ല. നാലാമത്തത്, പൊതുവായ ഏത് വ്യവസ്ഥയ്ക്കും വിധേയമായി ഏത് പൗരനും ഗവൺമെന്റിന്റെ ഏത് ഉദ്യോഗത്തിനും പ്രവേശിക്കുവാനുള്ള അവകാശം അയാളുടെ പൗരന്റേതിനോട് തുല്യമായിരിക്കും. അതായത് പൊതുവായ ഏത് വ്യവസ്ഥയ്ക്കും വിധേയമായി ഏത് പൗരനും ഗവൺമെന്റിന്റെ ഏത് ഉദ്യോഗത്തിലും പ്രവേശിക്കുവാനുള്ള അവകാശം അയാളുടെ പൗരന്റേതിനോട് തുല്യമായിരിക്കും. ഏത് ഇന്ത്യൻ പൗരനും ഏത് പരമോന്നതോദ്യോഗവും നേടാൻ അർഹത നൽകുന്ന രാഷ്ട്രീയ സമത്വം ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള മതേതരത്തിന്റെ ഹൃദയവും ആത്മാവുമത്രേ. ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ മതസ്വാതന്ത്ര്യം ഒരു രാഷ്ട്രീയവും നിയമപരമായ അവകാശവുമാണ്. മതപരമായ മനുഷ്യാവകാശം എന്നും വ്യാഖ്യാനിക്കുവാൻ കഴിയും. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴും നിയന്ത്രിക്കപ്പെടുമ്പോഴും മതസ്വാതന്ത്ര്യവും ഹനിക്കപ്പെടും. അതിനാലാണ് മനുഷ്യാവകാശങ്ങളിൽ മതസ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. മതസ്വാതന്ത്ര്യത്തിന്റെ രണ്ട് മുഖമാണ്, വ്യക്തിപരതയും സംഘടനാത്മകതയും. ഭരണഘടനയിലെ മൗലിക നിയമങ്ങൾ വ്യക്തിപരമായ അവകാശമാണെങ്കിൽ മതസ്വാതന്ത്ര്യത്തിൽ രണ്ടും ഉൾച്ചേരുന്നു. വ്യക്തികൾക്കും മതങ്ങൾക്കും വിശ്വാസം പ്രതിഫലിപ്പിക്കുന്നതിനുള്ള അവകാശവും അധികാരവും ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ 1948 മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലാണ് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് വ്യക്തിപരമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത്. ഇതിൽ മനുഷ്യാവകാശങ്ങളും മൗലിക സ്വാതന്ത്ര്യങ്ങളും വിവേചനരഹിതമായ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും പരിരക്ഷിക്കപ്പെടണമെന്നും വ്യക്തമാക്കുന്നു. മതത്തിന്റെ പേരിലുള്ള വിവേചനങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നാണ് അർത്ഥം.
എന്നാൽ മതത്തിൻ്റെയും മത പാരമ്പര്യത്തിൻ്റെയും പേരിൽ മനുഷ്യാവകാശങ്ങൾ നിയന്ത്രിക്കുവാനും നിഷേധിക്കുവാനും പലരും ശ്രമിക്കുന്നുണ്ട്. മതം എപ്പോഴും സംരക്ഷിക്കേണ്ടത് ലിംഗഭേദമേന്യുള്ള മനുഷ്യന്റെ അന്തസ്സാണ്. മതത്തിന്റെ പേരിൽ മനുഷ്യന്റെ അന്തസ്സ് പ്രതിരോധിക്കുവാനും നിഷേധിക്കപ്പെടുവാനും പാടില്ല. എല്ലാ നിയമങ്ങളും ഭരണ സംവിധാനങ്ങളോടും ഏതൊരു മനുഷ്യന്റെ അന്തസ്സ് പരിരക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണ്. മത സ്വാതന്ത്ര്യം ഉറപ്പാക്കുവാനുള്ള അധികാരം രാഷ്ട്രത്തിനാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യ വ്യവസ്ഥകൾ സുവ്യക്തമാണ്. മതനിരപേക്ഷ രാഷ്ട്രത്തിന്റെ സവിശേഷത മതസ്വാതന്ത്ര്യമാണ്. വിഭിന്ന മതവിശ്വാസികൾ സഹവർത്തിത്വത്തിലും സഹിഷ്ണുതയിലും മതസ്വാതന്ത്ര്യത്തിലും ജീവിക്കുവാൻ മതനിരപേക്ഷ രാഷ്ട്രം വിഭാവനം ചെയ്യുന്നു. എല്ലാവർക്കും നിയമസംരക്ഷണം, ഒരു മതത്തോടും പ്രത്യേകമായ ആഭിമുഖ്യമില്ലായ്മ, മതവിശ്വാസത്തിലും നടപടിക്രമങ്ങളിലും സർക്കാരിൻ്റെ ഇടപെടലുകൾ ഇല്ലായ്മ എന്നിവ മതനിരപേക്ഷയുടെ ഭാഗമാണ്. ഇന്ത്യയിൽ നിയമം ഉണ്ടാക്കുക, നടപ്പിലാക്കുക, പരിപാലിക്കുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നത് യഥാക്രമം നിയമനിർമ്മാണ സഭ, ഭരണ നിർവഹണ വിഭാഗം, നീതിന്യായ വകുപ്പ് എന്നിവയാണ്. ജനാധിപത്യത്തിന്റെ 3 അടിസ്ഥാന ഘടകങ്ങളായ ഇവ തുല്യം പ്രാധാന്യം അർഹിക്കുന്നതും ഒന്ന് മറ്റൊന്നിൽ നിന്ന് സ്വാതന്ത്ര്യവും ആണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. മതേതരത്വം ജനാധിപത്യവും നിരവധി വെല്ലുവിളികൾക്ക് അഭിമുഖീകരിക്കുകയാണ്. അതായത് മതേതരത്വവും ജനാധിപത്യവും നിരവധി വെല്ലുവിളികൾ അഭിമുഖീകരിക്കുകയാണ്. ആഗോളവൽക്കരണ സ്വാധീനത്താൽ സൃഷ്ടിക്കപ്പെട്ട കമ്പോളവും വർഗീയതയും ഭീകരതയും നീതി നിഷേധത്തിന്റെ ദുരന്തമുഖങ്ങളാണ്. ദേശീയ പാർട്ടികൾ മതാധിഷ്ഠിത സ്വഭാവം പുലർത്തിയാൽ മതേതരത്വവും മതസ്വാതന്ത്ര്യവും തകരാറിലാകും. മതാധിഷ്ഠിത ദേശീയത വളർന്നാൽ നിരപേക്ഷയെ തകർക്കും. മനുഷ്യാവകാശ ലംഘനങ്ങളും ന്യൂനപക്ഷ പീഡനങ്ങളും അതിക്രമങ്ങളും വർദ്ധിക്കും. അതിനാൽ ജനാധിപത്യവും മതേതരത്വവുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മഹത്വം. ഇവ സ്വാതന്ത്ര്യത്തിന്റെ അടയാളങ്ങളാണ്. എന്നാൽ ഇതിൽ നിന്നും മതേതരത്വവും സോഷ്യലിസവും നീക്കം ചെയ്യണമെന്ന വാദമുഖങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ബഹുസ്വരത, നാനാത്വം, മതേതരത്വം എന്നിവ നിരന്തരം വിമർശിക്കപ്പെടുന്ന ഭരണകൂട വ്യവസ്ഥിതിയാണ് വളർന്നു വരുന്നത്. പുതിയ ദേശീയതയിൽ എല്ലാവരുടെയും അന്തസ്സും സമത്വവും സ്വാതന്ത്ര്യവും അവകാശവും രക്ഷിക്കപ്പെടുവാൻ കഴിയാതെ പോകുന്നതായി കാലത്തിന്റെ സൂചനകൾ വിധി എഴുതുന്നു. രാഷ്ട്രം ഐക്യത്തിലും സഹിഷ്ണുതയിലും മുന്നേറണം. മതവിദ്വേഷവും വംശീയ ശത്രുതയും വർഗീയ കലാപവും മതസ്വാതന്ത്ര്യത്തിന് എതിരാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യം വിവിധ തരത്തിൽ ഹാനിക്കപ്പെടുകയാണ്. 2023 ഫെബ്രുവരി 20 ഡൽഹിയിൽ ജന്തർ മന്ദറിൽ 79 ക്രൈസ്തവ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം വിളിച്ചറിയിച്ചു. ഇന്ത്യയിൽ 2023 ജനുവരി ഫെബ്രുവരിയിൽ മാസത്തിൽ 600-ൽ പരം ക്രൈസ്തവ പീഡനങ്ങൾ ഉണ്ടായി. ഏപ്രിൽ മെയ് മാസങ്ങളിൽ മണിപ്പൂരിൽ ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങളും വ്യാപകമായി. കേസും നിയമങ്ങളും എല്ലാം പേരിന് മാത്രം. മത വൈവിധ്യത്തെ ഉൾക്കൊള്ളുന്നതും എല്ലാ മതങ്ങൾക്കും തുല്യ സ്വാതന്ത്ര്യമുള്ളതും ഒരു മതത്തിനും മുൻഗണന കൊടുക്കാത്തതുമായ സർവമത സംഗ്രാഹിയായ നാഗരികതയാണ് രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ യാഥാർത്ഥ്യമാക്കേണ്ടതെന്നാണ് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസിന്റെ പക്ഷം. ഈ നാഗരികതയിൽ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ഒരു മതത്തെയും അധിക്ഷേപിക്കുകയോ നീതീകരിക്കുകയോ ചെയ്യാത്തതുമാണ്. മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാക്കുവാൻ പാടില്ല. മതസ്വാതന്ത്ര്യ നിഷേധങ്ങൾ ശക്തിപ്പെടുമ്പോൾ ഇത്തരം ദർശനങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുകയാണ് എന്ന് നമുക്ക് അറിയാം. രാഷ്ട്രവും അനുബന്ധ സ്ഥാപനങ്ങളും ഏകപക്ഷീയമായി മതവിശ്വാസത്തെയും നടപടിക്രമങ്ങളെയും വിമർശിക്കുമ്പോൾ സൃഷ്ടിക്കുന്നത് മതവിദ്വേഷ പ്രചാരണമാണ്. നീതിയിലും ശാന്തിയിലുമുള്ള മത സഹിഷ്ണുതയും ബഹുരസതയും സംരക്ഷിക്കപ്പെടണം എന്നാണ് നാം ഓരോരുത്തരും അതിനെക്കുറിച്ചും ആണ് ചിന്തിക്കേണ്ടത്.
അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഒരു മതത്തിനെ മാത്രം പൊക്കിക്കൊണ്ടുവരാതെ മതേതര രാഷ്ട്രത്തിൽ എല്ലാവർക്കും വളരെ സൗഹൃദമായിട്ട് ജീവിക്കുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.